അവിടെ 5 ദിവസവും തകർത്ത് നിന്ന് എല്ലാ കുട്ടികളെയും, എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലയിലെയും കുട്ടികളെയും പരിചയമുള്ള എല്ലാ പെർഫോമൻസും കാണാൻ പോയ ഒരാളുണ്ട്, റിനു ശ്രീധർ. റിനു, ഗുഡ് ഈവനിങ്. റിനുവിന്റെ ടീം അവിടെ റെഡിയാണോ? റിനു ആയിരുന്നു ആ കലോത്സവത്തിന്റെ ഒരു വൈബോത്സവം ഏറ്റെടുത്തയാളെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. എങ്ങനെയുണ്ട് സമാപനത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ ഒരു ആഘോഷം? സമാപനത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ ആഘോഷം അങ്ങനെ ഉണ്ടെന്നാണ് റിനുവിനോട് ചേച്ചി ചോദിക്കുന്നത്. ആഘോഷം, ആരവം, അറുമാതിപ്പ്, ആർഭാടം, ഇത് തന്നെയായിരുന്നു അനന്തപൂരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യ ദിവസം മുതൽ റിപ്പോർട്ടർ TV അറുമാദിച്ചു, കുട്ടികൾ അറുമാദിച്ചു. ഇപ്പോൾ അവസാന നിമിഷം എത്തുമ്പോൾ 1008 പോയിന്റ് അല്ലേ, 1008 പോയിന്റുമായി തൃശ്ശൂർ അല്ലേ, തൃശ്ശൂർ ഒന്നാം സ്ഥാനത്താണ്. ആ തൃശ്ശൂരിൻ്റെ കുട്ടികളുടെ റിയാക്ഷനൊക്കെ നമ്മളെടുത്തു. അറുമാദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ. നമുക്ക് തൃശ്ശൂർ ഏതൊക്കെ പോയിന്റാണ്, എങ്ങനെയാണ് അവർ വിജയിച്ചതെന്ന് അവരുടെ കൂടെയുള്ള അധ്യാപകരോട് തന്നെ സംസാരിക്കാം. നിങ്ങളുടെ എന്തായിരുന്നു രഹസ്യമായിട്ടുള്ള പ്ലാൻ? രഹസ്യമായിട്ടൊരു പ്ലാനും ഇല്ല, ഹാർഡ് വർക്ക് ചെയ്തു, അതിന് റിസൾട്ട് ഉണ്ടായി. ജൂൺ മുതൽ ഞങ്ങൾ തുടങ്ങിയ അതിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടായത്. ആദ്യം നിങ്ങളെ ചിത്രത്തിലേ ഇല്ലായിരുന്നു. അല്ല, അങ്ങനെയല്ല, ഈ ഒന്നാമത് അടിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങളത് ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രാക്ടീസ് അല്ല, ജൂൺ അവസാനം മുതൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഓരോ സ്കൂളുകാരും ഓരോ ഉപജില്ലയും എല്ലാവരും ഒന്നിച്ച് നിന്ന് കൂടെ ഒരു സാമൂഹ്യ പ്രവർത്തകരും ഉണ്ടായിട്ടുണ്ട്, അധ്യാപകരുണ്ടായിട്ടുണ്ട്, രക്ഷിതാക്കളുണ്ടായിട്ടുണ്ട്, മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ്. സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിൽ വന്നപ്പോൾ അവിടെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു, തീർച്ചയായിട്ടും ഇപ്രാവശ്യം തൃശ്ശൂരിലേക്ക് സ്വർണ്ണക്കപ്പ് കൊണ്ടുവരുമെന്നായിരുന്നു അവിടുത്തെ ഞങ്ങളുടെ സ്വീകരണത്തിന്റെ പ്രഖ്യാപനം. അതുപോലെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ സന്തോഷം. നല്ല ഹാർഡ് വർക്ക്. ഇവിടെ അധികം ആളെ കാണുന്നില്ലല്ലോ, എല്ലാവരും തിരിച്ചു പോയെന്ന് തോന്നുന്നില്ല. ഇന്ന് കുട്ടികളെല്ലാവരും ഇപ്പൊ മേക്കപ്പ് അഴിഞ്ഞ് ഇറങ്ങിയിട്ടേക്കുള്ളൂ. അവർ മേക്കപ്പ് അഴിക്കുന്ന ഒരു തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഓരോ വേദിയിൽ നിന്നും കുട്ടികൾ മേക്കപ്പ് അഴിച്ചെത്തേണ്ട ഒരു താമസം കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ അധ്യാപകരുടെ സന്തോഷമാണ് നമ്മൾ കണ്ടത്. മക്കളെ എടുത്തു അല്ലേ, ഗടികളെ നിങ്ങൾ എടുത്തല്ലേ ഒരു തൃശ്ശൂർ പാട്ട് പാടുന്ന കണ്ടല്ലോ, പോരട്ടെ. പൂരങ്ങളുടെ നാട്ടിലേക്ക് പൂരങ്ങളുടെ നാട്ടിലേക്ക് കിരീടം തിരിച്ചുകൊണ്ടുപോകാനല്ലേ 26 വർഷങ്ങൾക്ക് ശേഷം. അപ്പീൽ വഴി വന്ന ഇംഗ്ലീഷ് കിറ്റ് ഫസ്റ്റ് എ ഗ്രേഡ് അടിച്ച് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് മൊത്തം കാര്യം ടീച്ചറാണ്. ഞങ്ങൾ ജില്ല വരെ എത്തിയത് ടീച്ചർ ഹെൽപ്പോട്ടാണ്. പിന്നെ അപ്പീലിന് ശേഷം ഞങ്ങൾക്ക് ജിത്തു എന്ന് പറഞ്ഞൊരു സാറ് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യാണ്ടായി. അങ്ങനെ സ്റ്റേറ്റ് വരെ എത്തി. താങ്ക് ഗോഡ്. ടീച്ചറെ, എൻ്റെ ടീമിലെ കുട്ടികളൊന്നും സ്റ്റേറ്റ് കണ്ടിട്ടില്ല. ആദ്യത്തെ പ്രകടനത്തിൽ തന്നെ എ ഗ്രേഡ് വാങ്ങിച്ച മണലൂർ സ്കൂളിലെ മെഡിക്കൽ കുട്ടികൾ. നമ്മളങ്ങ് എടുത്തല്ലേ തൃശ്ശൂര്, ഒരു ആർപ്പ വിളിച്ചാലോ? ഒന്നും കൂടെ ഒരു പാട്ടായാലോ? നിങ്ങളൊരു പാട്ട് വേറൊരെണ്ണം പ്ലാൻ ചെയ്യൂ. നമുക്കൊപ്പം റിനു ശ്രീധറും റോഷ്നി രാജനും റഹീസ് റഷീദും ഒപ്പം അരുൺ സോളമനുമാണ് ഉള്ളത്. പ്രധാന വേദിയിൽ സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. സമാപന സമ്മേളനം ആകുമ്പോഴേക്ക് നമുക്ക് അതിലേക്കും മടങ്ങി വരണം. അതോടൊപ്പം നമുക്കൊപ്പം കലാപ്രകടനവുമായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് നമ്മൾ ഒരാളെയാണ് എത്തിച്ചത്. അടുത്ത ആളെ കൂടി റെഡിയാക്കണം. അണിയറ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കുക.